ഹലോ മക്കളെ, നമ്മുടെ ഇൻഡിപെൻഡന്റ് സ്കൂൾസിൽ നെക്സ്റ്റ് നമുക്ക് ഫേസ് ചെയ്യാനുള്ള എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ക്ലാസ് 7 ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മലയാളം ഫസ്റ്റും കാണും, അതുകൂടാതെ തന്നെ അറബിയുടെ ലൈവ് മാത്രമാണ് സ്കെഡ്യൂൾ ചെയ്തതായിട്ട് മക്കൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുക. അതായത് ഈ രണ്ട് ലാംഗ്വേജസ് മാത്രമായിരിക്കും നമ്മൾ ലൈവായിട്ട് മക്കൾക്ക് തരിക. അപ്പോൾ ഉറുദു സംസ്കൃതം ഒക്കെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള മക്കൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ള നമ്മുടെ ഉറുദുവിന്റെ ആയിക്കഴിഞ്ഞാലും സംസ്കൃതത്തിന്റെ ആയിക്കഴിഞ്ഞാലും ലൈവ് ക്ലാസ്സസിന്റെ ലിങ്ക് മിസ് പിൻ ചെയ്ത് വെക്കും. ആ ഒരു ലിങ്കിലോട്ട് മക്കൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സംസ്കൃതവും ഉറുദും ഓപ്റ്റ് ചെയ്തിട്ടുള്ള മക്കൾ എന്ത് ചെയ്യണം, ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാം മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള വലിയൊരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. പക്ഷെ മക്കളെ, എന്താണ് നമ്മുടെ ചാപ്റ്റർ എന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് വിചാരിച്ച പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഇന്ന് കറക്റ്റ് 7:30 നമ്മുടെ ചാനലിൽ നടക്കാൻ പോകുന്ന അറബിക് ഓപ്റ്റ് ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ അറബിക് ക്ലാസ് ലൈവായിട്ട് കാണാം, മലയാളം ആണെങ്കിൽ മലയാളം കാണാം. ഇനി നമ്മുടെ ഉറുദു സംസ്കൃതം ഓപ്റ്റ് ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ, അത് നിങ്ങൾ തപ്പിപ്പിടിച്ച സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. മിസ് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൂടി പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഉറുദു ആണെങ്കിൽ ആ ക്ലാസ് കാണാം, സംസ്കൃതമാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണാം. എന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടിട്ട് ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് അടിപൊളിയായിട്ട് മക്കൾ എല്ലാവരും എക്സാം എഴുതാം. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ച് നല്ല മാർക്കിനെ സ്കോർ ചെയ്യും. സോ ഓൾ ദ വെരി ബെസ്റ്റ്.